നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും കനത്ത രാഷ്ട്രീയ തിരിച്ചടി നേരിടുന്നത് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എം വിഭാഗമാണ്. പതിറ്റാണ്ടുകളോളം മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ ഗതിവിധികൾ നിയന്ത്രിച്ചിരുന്ന മാണി ഗ്രൂപ്പിന്റെ അപ്രമാദിത്വം നഷ്ടമാകുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. മത്സരിച്ച 12 സീറ്റുകളിലും ലീഡ് നേടാനാകാതെ പാർട്ടി സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലും മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് കോട്ടയം മേഖലയിൽ വലിയ മുന്നേറ്റം നൽകാൻ ജോസ് വിഭാഗത്തിന് കഴിഞ്ഞിരുന്നു. ഇത്തവണ ക്രൈസ്തവ മേഖലകളിലടക്കമുണ്ടായ വോട്ട് ചോർച്ച പാർട്ടിയെ സമ്പൂജ്യരാക്കി. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സ്വന്തം തട്ടകമായ പാലായിൽ വീണ്ടും തോറ്റു. സിറ്റിംഗ് MLA-യും UDF സ്വതന്ത്രനുമായ മാണി സി കാപ്പൻ 2417 വോട്ടിനാണ് ജോസ് കെ മാണിയെ തോൽപ്പിച്ചത്. KM മാണി എന്ന രാഷ്ട്രീയ അധികായന്റെ തട്ടകമായ പാലയിൽ ജോസ് കെ മാണി നേരിട്ട പരാജയം പാർട്ടിയുടെ അടിത്തറ ഇളകി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. 1965 മുതൽ 2019 വരെ KM മാണി കാത്തു സൂക്ഷിച്ച പാലാ മണ്ഡലം തുടർച്ചയായ 3-ാം തവണയും കൈവിട്ടു പോകുന്നത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. UDF സ്വതന്ത്രനായ മാണി സി കാപ്പൻ പാലായിൽ ആധിപത്യം തുടരുമ്പോൾ സ്വന്തം നാട്ടിൽ പോലും അംഗീകാരം നേടാൻ ജോസ് കെ മാണിക്ക് സാധിക്കുന്നില്ല എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ വിരൽ ചൂണ്ടുന്ന പ്രധാന പരാജയമാണ്. പാർട്ടിയിലെ വമ്പൻ സ്രാവുകളും ഈ തെരഞ്ഞെടുപ്പിൽ അടിപതറി വീണു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലും ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് കാഞ്ഞിരപ്പള്ളിയിലും തിരിച്ചടി നേരിട്ടു. ഇടുക്കിയിൽ റോയ് കെ പൗലൂസും കാഞ്ഞിരപ്പള്ളിയിൽ റോണി കെ ബേബിയും ഉണ്ടാക്കിയ മുന്നേറ്റം കേരള കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളിൽ വിള്ളലുണ്ടാക്കി. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും പിന്നിലായതോടെ നിയമസഭയിൽ മാണി വിഭാഗത്തിന് പ്രാതിനിധ്യമില്ലാത്ത സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. UDF-ന്റെ അവിഭാജ്യ ഘടകമായിരുന്ന മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയത് 2021 ഗുണം ചെയ്തെങ്കിലും 2026 അത് രാഷ്ട്രീയ ആത്മഹത്യയായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം വീശിയടിച്ച ഭരണവിരുദ്ധ തരംഗത്തിന്റെയും UDF അനുകൂല കാറ്റിന്റെയും പ്രധാന ഇരയായി കേരള കോൺഗ്രസ് എം മാറി. മാണി വിഭാഗം നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങുമ്പോൾ UDF-ൽ ഉറച്ചു നിന്ന PJ ജോസഫ് വിഭാഗം വൻ നേട്ടമുണ്ടാക്കി. 8 സീറ്റുകളിൽ മത്സരിച്ച അവർ ഇരിങ്ങാലക്കുട, കോതമംഗലം, തൊടുപുഴ, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, കുട്ടനാട്, തിരുവല്ല എന്നിവിടങ്ങളിൽ വിജയമുറപ്പിച്ചു. യഥാർത്ഥ കേരള കോൺഗ്രസ് ആരെ എന്ന തർക്കത്തിന് വോട്ടർമാർ നൽകിയ മറുപടിയായിട്ടാണ് ജോസഫ് വിഭാഗം ഈ വിജയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. 1965 മുതൽ തുടർച്ചയായി 13 തെരഞ്ഞെടുപ്പുകളിൽ KM മാണി ജയിച്ച മണ്ഡലം 2019 ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യം കൈവിടുന്നത്. KM മാണിയുടെ മരണത്തോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിനായി രംഗത്തിറങ്ങിയ ജോസ് ടോം പുളിക്കുന്നേൽ തോറ്റതോടെയാണ് മണ്ഡലം ആദ്യമായി കൈവിട്ടത്. 2021 ജോസ് കെ മാണി മണ്ഡലം തിരിച്ചുപിടിക്കാൻ രംഗത്തിറങ്ങിയെങ്കിലും മാണി സി കാപ്പനോട് 15,378 വോട്ടിന് തോറ്റു. ഇത്തവണയും അതുതന്നെയായി വിധി. പാർട്ടിയിലെ രണ്ടാമനായ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ, മുതിർന്ന നേതാവ് N ജയരാജ്, സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ എന്നിവരും തോൽവി ഉറപ്പിച്ചു. PJ ജോസഫുമായിട്ടുള്ള തർക്കത്തെ തുടർന്ന് UDF വിട്ട് LDF-ലെത്തിയ കേരള കോൺഗ്രസ് എം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോട്ടയം ജില്ലയിൽ ഇടതുമുന്നണിക്ക് വലിയ മുന്നേറ്റം നേടിക്കൊടുത്തിരുന്നു. 2021 12 സീറ്റിൽ മത്സരിച്ച പാർട്ടി 5 സീറ്റിലാണ് വിജയിച്ചത്. 1982 മുതൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിട്ട് ഇടതുമുന്നണിയിലേക്ക് തിരിഞ്ഞത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച സംഭവമാണ്. CPM-ന്റെ പലതട്ടിലുമുള്ള നേതാക്കളുമായി സംസാരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും കിട്ടേണ്ട സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയുണ്ടാക്കിയ ശേഷമാണ് അന്ന് CPM-ലേക്ക് മാറുന്നുവെന്ന പ്രഖ്യാപനം നടത്തിയത്. ഈ തീരുമാനം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പതനത്തിന്റെ തുടക്കമാണെന്ന് അന്ന് തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത്. ജോസ് കെ മാണിയുടെ തട്ടകമായ കോട്ടയം ജില്ലയിൽ രണ്ടിലയ്ക്ക് കാര്യമായ വാട്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. പരമ്പരാഗതമായി അടിത്തറയുള്ള ഇടങ്ങളിൽ പോലും ജോസ് കെ മാണി വിഭാഗത്തിന് അടിതെറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് തിരിച്ചു വരാനുള്ള സുവർണാവസരം കേരള കോൺഗ്രസ് എം മുന്നണിക്ക് മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിലും LDF-ൽ തുടരാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി UDF-ലേക്കുള്ള തിരിച്ചുവരവിന് തയ്യാറെടുത്തെങ്കിലും മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിന്റെയും സംഘത്തിന്റെയും എതിർപ്പായിരുന്നു അതിന് തിരിച്ചടിയായത്. അത് പക്ഷേ പാർട്ടിയുടെ കണക്കൂട്ടലുകളിൽ കത്തിവെക്കുന്ന തീരുമാനമായിരുന്നു. അതേസമയം PJ ജോസഫിന്റെ കേരള കോൺഗ്രസ് UDF-നൊപ്പം ഉറച്ചു നിന്ന് ശക്തി തെളിയിച്ചു. 8 ഇടത്ത് മത്സരിച്ച കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗം 7 ഇടത്താണ് മുന്നിലെത്തിയത്. ഇരിങ്ങാലക്കുട, കോതമംഗലം, തൊടുപുഴ, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, കുട്ടനാട്, തിരുവല്ല മണ്ഡലങ്ങളിലാണ് PJ ജോസഫിന്റെ കേരള കോൺഗ്രസ് ജയം ഉറപ്പിച്ചത്.